ശരി. കേജ്രിവാളിനെതിരെ പിടിമുറുക്കുന്നു എന്നുള്ള പിടിമുറുക്ക് തന്നെയാണ്. പിടിമുറുക്ക് മാത്രമല്ല, കേജ്രിവാളിനെ പൂട്ടാനുള്ള തീരുമാനം തന്നെയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ CBIയും അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. സെൻട്രൽ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഒരു വളരെ പാനിക്കായ ഒരവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നികേഷ് കുമാറും അത് ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തോ ഒരു ഭയം കേന്ദ്ര സർക്കാരിനെ BJPയെ സംബന്ധിച്ചുണ്ട്. ആ ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചന ബുദ്ധി നഷ്ടപ്പെട്ട പോലുള്ള പെരുമാറ്റം ആ കാര്യത്തിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ നോക്കൂ, ഇനിയിപ്പോൾ ബുധനാഴ്ചയെ ഹൈക്കോടതി കേസ് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ അത്രയും ദിവസം ജയിലിൽ കിടക്കണം. ഇത്തവണ ഹോളി ആഘോഷത്തിൻ്റെ സമയത്ത് അദ്ദേഹം ജയിലിലായിരിക്കും എന്നുള്ള കാര്യം. ഇത്തരത്തിൽ ഏകാധിപത്യ പ്രവണതയുള്ള സർക്കാരുകൾ ഈ രൂപത്തിൽ എന്താ പറയുക, ഈ അധികാരം തലയ്ക്ക് പിടിച്ച് കഴിഞ്ഞിരിക്കുന്ന സർക്കാരുകൾ ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ റഷ്യയിൽ വീണ്ടും പുടിൻ അധികാരത്തിലെത്തിയിരിക്കുന്നു. ആ അധികാരം എങ്ങനെ എത്തിയതാണെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭരണാധികാരികളുടെ കാലമാണ്. ആ കാലത്തിൽ ഇതിൽ അപ്പുറം പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ്. ഇപ്പോൾ കേജ്രിവാളിനെതിരെ എടുത്തിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് അതീഷ് ഈ വാർത്താ സമ്മേളനത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അഴിമതിയുണ്ടെങ്കിൽ കോഴപ്പണം എവിടെയെന്ന് ചോദിക്കുന്നു. ആ കോഴപ്പണത്തിൽ തെളിവ് ഇതുവരെ പുറത്ത് കാണിച്ചിട്ടില്ല. മൊഴിയല്ലാതെ ഒരു തെളിവുമില്ല. ഈ മൊഴി നൽകിയ ശരത്ചന്ദ്ര റെഡ്ഡിയുടെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ്. ശരത്ചന്ദ്ര റെഡ്ഡി ആദ്യം മൊഴിയിൽ കേജ്രിവാളിനെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ജയിൽവാസത്തിന് ശേഷമാണ് കണ്ടു എന്ന് പറയുന്നത്. പിന്നീട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നു. അത് എത്ര കോടികളാണ് എന്നുള്ള കണക്കുകളടക്കം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ ഇതിലൊക്കെ തന്നെ എടുക്കുന്ന നടപടികളിൽ അതങ്ങനെ നടക്കും. കേന്ദ്ര സർക്കാരിന് അക്കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല ഇങ്ങനെ നടപ്പാക്കാൻ എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് ഈ കാര്യങ്ങൾ ഇത്തരം PMLA കേസുകൾ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ 2002 മുതൽ ഈ നിയമം വന്ന ശേഷം 4700 കേസുകൾ എടുത്തിട്ടുണ്ട്. അതിൽ 313 പേരാണ് അറസ്റ്റിലായത്. ശിക്ഷിക്കപ്പെട്ടത് വെറും 23 പേരാണ്. പക്ഷേ ശിക്ഷിക്കപ്പെടാതെ തന്നെ അവർ വിചാരണ കൂടാതെ തടവിൽ കഴിയുന്നു എന്നുള്ളത് വലിയ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥ ഒരുപാട് പേർക്കുണ്ടായിട്ടുണ്ട്. 95% പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെയാണ് ഈ കേസ് എടുത്തിട്ടുള്ളത്. ഈ നിയമം വരുന്നത് UPA കാലത്താണ്, 2002-ലാണ്. ഈ PMLA ആക്ട് പിന്നീട് 2012 ഒന്നുകൂടി മുറുക്കി. അത് ഈ ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഈ ഫണ്ട് എന്നുള്ള ഘട്ടത്തിൽ അല്ലേ? എന്താണ് കൈ കാണിക്കുന്നത്? അല്ല, UPA കാലത്തല്ല, വാജ്പേയി കാലത്തല്ല. ശരി, 2002-ലാണ്. പക്ഷേ UPA കാലത്ത് അത് മുറുക്കി, ഒന്നുകൂടി ആ നിയമം കുറച്ചുകൂടി കർശനമാക്കി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നരേന്ദ്രമോദി അത് അങ്ങ് ആകട്ടിമൂടി. അതെ, അത് ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് അത് മാറ്റി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, ജാമ്യം ദുഷ്കരമാകുന്ന ഒരു സാഹചര്യം വരുന്നു. തെളിവില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ആരോപണ വിധേയനാണ്. തനിക്കെതിരെ തെളിവില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ആരോപണ വിധേയൻ തന്നെയാകുന്നു. അതിപ്പോൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ജാമ്യം കിട്ടുകയുള്ളൂ എന്നുള്ള സാഹചര്യം വരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള ഉദാഹരണങ്ങൾ. ഇതിനേക്കാൾ വലിയ അഴിമതി നടത്തുകയും വലിയ കോടികളുടെ അഴിമതി നടത്തിയ പ്രതിപക്ഷത്തുണ്ടായിരുന്ന നേതാക്കൾ പിന്നീട് ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ അഴിമതി ഇല്ലാതാകുന്നു നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ അജിത് പവാറിൻ്റെ കേസ് 40,000 കോടിയുടെ അഴിമതിയാണ് അജിത് പവാറിനെതിരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പവാറിനെതിരെ ഒരു കേസുമില്ല. ഇപ്പോൾ ഇന്ത്യയിലേക്ക് വന്നല്ലോ. അപ്പോൾ ഉദ്ധവിനെ വീഴ്ത്തിയ ശേഷം ഒറ്റ നേതാക്കൾക്കെതിരെയും ഇപ്പോൾ CBI ED സ്കാനറിൽ വരുന്നില്ല. അങ്ങനെ ഒരു സംഭവമേ അവിടെയില്ല. വലിയ അഴിമതി ആരോപണം ഉയർന്ന ഒരു BJP നേതാവാണ് മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ. വ്യാപം അഴിമതി എന്തായി? അറസ്റ്റുണ്ടായോ? അന്വേഷണമുണ്ടായോ? ഒന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെയല്ലേ യെദ്യൂരപ്പയ്ക്കെതിരെ ഉണ്ടായിരുന്ന അഴിമതി ആരോപണങ്ങൾ? ഒരു അറസ്റ്റും ഉണ്ടായിട്ടില്ല, കേസും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ രൂപത്തിൽ BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ അല്ലെങ്കിൽ ഭരണപക്ഷവുമായി അടുത്ത് നിൽക്കുന്നവർക്കെതിരെ ഒരു കേസും ഉണ്ടാവില്ല. പ്രതിപക്ഷത്തെ 95% നേതാക്കൾക്കെതിരെ കേസുണ്ടാകുന്നു. അപ്പോൾ കേജ്രിവാളിനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തേക്ക് എത്തിക്കരുത് എന്നുള്ള പ്രധാനപ്പെട്ട തീരുമാനമാണ്. എന്തുകൊണ്ട് ആപ്പ് എന്ന ചോദ്യം ഉയരുമ്പോൾ ആപ്പ് ഒരു പ്രധാന വെല്ലുവിളിയാണ് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ, അതായത് ആപ്പും കോൺഗ്രസും ഒക്കെ ആ രൂപത്തിൽ സീറ്റ് വിഭജനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു വെല്ലുവിളിയാകുമെന്നൊരു സാഹചര്യം. മാത്രമല്ല, വളരെ പെട്ടെന്ന് തന്നെ ഒരു ദേശീയ പാർട്ടിയായി വളർന്ന പാർട്ടിയാണ്. ആ ദേശീയ പാർട്ടിയായി വരുമ്പോൾ ഗുജറാത്തിലടക്കം, പഞ്ചാബിലടക്കം, ഡൽഹി എല്ലായിടത്തുമായി 160 MLA-മാരാണുള്ളത്. കൊഴിഞ്ഞ് അവസാനം ഒരു MP ഉള്ളൂ. പക്ഷേ 160 MLA-മാരുണ്ട്, 10 രാജ്യസഭാ MP-മാരുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടി എന്നത് ഒറ്റ സ്റ്റേറ്റ് പ്രതിഭാസമല്ല, വിവിധ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന പ്രതിഭാസം. ആ പ്രതിഭാസത്തെ വെട്ടേണ്ടതുണ്ട് എന്ന തീരുമാനത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഈ ഒരു കാര്യം വന്നിരിക്കുന്നത്. അപ്പുറത്ത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വലിയ അഴിമതി മറച്ചുകൊണ്ട് കേജ്രിവാളിലേക്ക് ചർച്ച കൊണ്ടുപോവുക എന്നൊരു കുബുദ്ധി കൂടി ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്നു. Meet the editors.